ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്പസമയത്തിനകം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറിലധികമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെയാണ് എന്നതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ അത്തരത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊക്കെ ആ രാജ്യത്തു നിന്നും വരുന്നത്. അതിൽ ഇനിയിപ്പോൾ എന്താണ് പാകിസ്ഥാൻ വിശദീകരിക്കാൻ പോകുന്നത് എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. അപ്പോൾ ജനങ്ങളോട് എന്താണ് പാക് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് അത് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ ശേഖരിക്കാൻ ശ്രമിച്ചയാൾക്കെതിരെ എറണാകുളം ഹാർബർ പോലീസ് കേസെടുത്തു എന്നാണ് ആ വാർത്ത. നേവൽ ബേസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്ന പേരിലാണ് കോൾ എത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഘവൻ എന്ന പേരിലാണ് ഈ കോൾ വന്നത്. നേവിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയും ചെയ്യും. എന്തായാലും നമുക്കിപ്പോൾ അറിയേണ്ടത് എന്താണ് പാക് പ്രധാനമന്ത്രി ഇനി അവിടുത്തെ ജനങ്ങളോട് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഡൽഹിയിൽ തിരക്കിട്ട ചില ചർച്ചകളും കൂടിയാലോചനകളും നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വെടിനിർത്തൽ ധാരണാ ലംഘനം അതിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായത് പ്രധാനമായി ഉണ്ടായത് ഒരു ചതിയാണ് എന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു ധാരണയിൽ ഒരു ലംഘനം ഉണ്ടാകുമ്പോൾ അത് നേരത്തെ ഉണ്ടായ വിശ്വാസവഞ്ചന തന്നെയാണ് എന്ന് കൃത്യമായി ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ അധികൃതർ ആ വിഷയത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കണം എന്നുകൂടി ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന അത് തുടങ്ങിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പാകിസ്ഥാൻ പുറത്തുവിടുന്നുണ്ടോ? പ്രജിൻ, പാക് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ നിമിഷം ലഭിക്കുന്ന വിവരം. അതിൽ ഇന്ത്യ നോക്കിക്കാണുന്നത് ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇന്നുണ്ടായിരിക്കുന്ന ഈ പാക് സൈന്യത്തിൻ്റെ നഗ്നമായ ലംഘനം, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സ്വീകരിച്ച വെടിനിർത്തൽ ആ ധാരണ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഈ അതിർത്തി മേഖലയിൽ ഉണ്ടാക്കിയ പ്രകോപനം, അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നത് ആയിരിക്കും ഇന്ത്യ അതിൽ ഉറ്റുനോക്കുന്നത്. ഇന്ത്യ അത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിക്രം മിശ്രി, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് ഇത് പാകിസ്ഥാൻ ഇത്തരം പ്രവൃത്തികളെ അതിനെ ഉത്തരവാദിത്തോടുകൂടിയും അതുപോലെ ഗൗരവത്തോടുകൂടിയും കൈകാര്യം ചെയ്യണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് പാകിസ്ഥാൻ ആവശ്യം അല്ലെങ്കിൽ കേൾക്കുമോ എന്നതാണ്. അല്ലെങ്കിൽ തുടർ നടപടികൾ രാജ്യം ഉറപ്പായും സ്വീകരിക്കും. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾക്കൊടുവിലാണ് വിദേശകാര്യ സെക്രട്ടറി കൃത്യമായി ഒരു വാർത്താ സമ്മേളനം അടിയന്തരമായി വിളിച്ചുകൊണ്ട് എന്താണ് ആ സാഹചര്യം എന്നത് വിശദീകരിച്ചത്. ഒപ്പം അതിലെന്താണ് ഇന്ത്യയുടെ നിലപാട്, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഈ ധാരണ ലംഘിച്ചുകൊണ്ടുള്ള ഈ പ്രകോപനം, അതിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നത് കൃത്യമായി വിശദീകരിച്ചു. പാക് സൈന്യത്തിൻ്റെ ഈ പ്രകോപനം അതിൻ്റെ ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി പറയുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിലൊരു ഉത്തരവാദിത്തോടു കൂടിയുള്ള ഒരു നടപടി അതിനെതിരെ സ്വീകരിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ അത്തരം നടപടികൾ പാക് സൈന്യത്തിനെതിരെ പാകിസ്ഥാൻ ഭരണകൂടം സ്വീകരിച്ചതായൊന്നും ഒരിടത്തുമില്ല. അതുകൊണ്ട് എന്താകുമെന്നത് അറിയില്ല. പക്ഷേ ഇന്ത്യക്കെതിൽ കൃത്യമായ നിലപാടുണ്ട്. ഈ പ്രകോപനം ഉണ്ടായ ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ സായുധ സേനകൾക്ക് നിർദ്ദേശം നൽകി, തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകി. അത് സേനകൾ കൃത്യമായി അതിർത്തികളിൽ നിർവഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ. ഒപ്പം തന്നെ ഇന്ന് 3:35 പാക് DGMO ഇന്ത്യയുടെ DGMOയുമായി സംസാരിക്കുന്നത്. വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താം എന്ന് ആവശ്യപ്പെടുന്നു. അതിൽ ഇന്ത്യ ഉപാധികളോടുകൂടി തന്നെ മുന്നോട്ട് വച്ചുകൊണ്ട് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നു. അത് 5 മണിക്ക് പ്രാബല്യത്തിൽ വരുന്നു. പക്ഷേ ആ 5 മണിക്ക് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ധാരണ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് പാക് സൈന്യം അത് ഗുരുതരമായി തന്നെ അതിന് ലംഘനം നടത്തിക്കൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ആർട്ടിലറി ഫയറിംഗ് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നടത്തുന്നു. അവിടെ സൈന്യത്തെ ലക്ഷ്യമിടുന്നു. എന്തായാലും ആ ഒരു സമീപനം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിൽ പാക് പ്രധാനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അത് ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, പാകിസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമോ എന്നതാണ് നിർണായകം. മറ്റൊന്ന്, ഏതാണ്ട് 8:30 ശേഷമാണ്
പാക് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിക്കുന്നത്. അതായത് ഈ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതിൽ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ആ സമയത്താണ് ഇവിടുത്തെ അതിർത്തിയിൽ, ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രകോപനം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിലെന്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിലെന്തെങ്കിലും ഒരു പ്രതികരണം വരുമോ ഈ അഭിസംബോധനയിൽ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പ്രജിൻ, വ്യക്തമാണ്. അവിടെ പാക് പ്രധാനമന്ത്രിയുടെ അഭിസംബോധനാ പ്രസംഗത്തിൽ ഷഹ്ബാസ് ഷെരീഫ് എന്ത് പറയുന്നു രാജ്യത്തെ ജനങ്ങളോട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നടപടികൾ, സംഭവ വികാസങ്ങൾ, അതിലൊക്കെ തന്നെ പാകിസ്ഥാൻ എന്ത് നിലപാട് പറയുന്നു, അതോടൊപ്പം തന്നെ ഇന്ത്യൻ തിരിച്ചടി, ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സംഭവം, ഒരുപക്ഷെ അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ അന്ന് ആ 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും അവിടെ 100ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്ത സമയത്ത്, ഭീകരരാണ് കൊല്ലപ്പെട്ടവരെല്ലാം, ആ സമയത്ത് പാകിസ്ഥാന്റെ നിലപാട് അവരെല്ലാം രാജ്യത്തിൻ്റെ രക്തസാക്ഷികളാണ് എന്ന രീതിയിൽ തന്നെയാണ്. അവർക്ക് അതിന് പ്രതികാരം നമ്മൾ വീട്ടിയിരിക്കും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ അത് നിലവിൽ വന്നിരിക്കുന്നു ഔദ്യോഗികമായി. അപ്പോൾ അതിലെന്ത് പ്രതികരണമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ഭാഗത്ത് അത് പറയുമ്പോഴും മറുഭാഗത്ത് തുടരുകയാണ് പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തിയിൽ. ഈ രണ്ടും വളരെ ഗൗരവമായ സാഹചര്യങ്ങളാണ്. അതിൽ എന്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. എന്തായാലും